വെറുതെ ഇരുന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ തോന്നും. അപ്പോൾ നോക്കിയാലും ഈ ഒരു ബോക്സിലാണ് കേട്ടോ എൻ്റെ മേക്കപ്പിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളത്. കുറച്ചല്ലേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മേക്കപ്പിൻ്റെ ബോക്സിലാണ് എൻ്റെ ഇക്കാൻ്റെ അനിയത്തി ഇരിക്കുന്നത്. അപ്പോൾ ഇതിനാവും ഞാൻ അധികമായിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. സൺസ്ക്രീം അലോവേറ ജെല്ലാണ്. ഞാൻ സൺസ്ക്രീം അപ്ലൈ ചെയ്തെടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ രാത്രി നമുക്ക് സൺസ്ക്രീം. അത് നമുക്കൊരു ഫേസ് ക്രീം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നെക്ക് ബീൻ എടുത്തുകൊള്ളും, അതുകൊണ്ട് അതിന് മാത്രമല്ല ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വേണ്ട, കയ്യിൽ വെച്ചാക്കാട്ടോ. ആദ്യമൊക്കെ നല്ലോണം മേക്കപ്പ് ചെയ്തിരുന്നു. ഇപ്പം എന്താ അറിയില്ല, ഒരു ലിപ്സ്റ്റിക്കും ഐലൈനർ മാത്രം ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു പൊടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നമ്മളൊരു ഇതെന്തത് കൺസീലറാണ്. കൺസീലർ ഉപയോഗിച്ച് പൊട്ടുള്ള സാധനം കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിരിക്കാം. ഞാൻ പറയില്ല, കറക്റ്റ് ഇതിൻ്റെ വശങ്ങൾ നമുക്ക് അറിയില്ല, അറിയുന്ന മാതിരി ചെയ്യാം. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയാം, നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് എന്താ അറിയോ, ഇതെന്താ ന്റെ ഫൗണ്ടേഷനാണ്. അതുകൂടി കുറച്ചേക്കാം, എന്തായാലും വൈക്ക് പോകില്ല. ഫൗണ്ടേഷൻ കൂടി കൊടുത്തു. ആദ്യം ഫൗണ്ടേഷനൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ ഉപയോഗിക്കണം, കാണില്ല എന്താണോ. സെറ്റ് ചെയ്യാം. ഇത് നേരം പോലെ സെറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ പിള്ളച്ച ലുക്കാവും. അതുകൊണ്ട് ഞാൻ എന്താ കാട്ടി വെച്ചാൽ ഇതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവത്തിന് മുകളിൽ നിന്ന് തേച്ചെടുക്കും. എന്നിട്ട് പിരിമാർക്കലാണ് കേട്ടോ. അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിരിൻ്റെ മുകളിലാണ് ഇങ്ങനെ കാട്ടലാണ്. അല്ലെങ്കിൽ ഞാനൊരു പിള്ളച്ചൻ മുകളിലോട്ട് പോകും. ഇതെന്താ പുതിയതായിട്ട് വന്നല്ലോ. കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ എന്താണെന്നല്ല മുളിഞ്ഞ പോലെ തോന്നും. ഞാൻ പൗഡർ അങ്ങനെ ഇട്ട് കൊടുക്കില്ല. എന്നാലും ഇത് വന്നിട്ട് നമുക്ക് കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ശരിക്കും ചുണ്ടിത്ര കളറൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് സ്ഥലം വരെ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടതാണ്. എന്തായാലും നമുക്ക് ലിപ് ലൈനർ വരക്കാം. അതേപോലെ തന്നെ മാൾസിൻ്റെ ഒരു ലിപ് ലൈനറും അതേപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കേട്ടോ. ലിപ്സ്റ്റിക്കുകൾ കുറേ ഉണ്ട്, കാണിച്ചു തരാതെ ആദ്യം വെച്ചിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് കൊടുത്താലൊക്കെ ഒരു വൃത്തിയുള്ള കണ്ണാടി പോയി ഇട്ട് കൊടുത്താണ്. ഇനി അടുത്ത കുറച്ച് ബ്ലഷും ഹൈലൈറ്റും ഇട്ട് കൊടുക്കും. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇട്ടാലേ എന്തോ മാതിരി തോന്നും. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെതായ ടൂൾസ് ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മുട്ടയുടെ പോലത്തെ ഈ സംബന്ധിച്ച് വരക്കാം. പഠിച്ചു നേരം പോലെ അടിച്ചു കുറച്ച്. ഇനി അടുത്ത വന്നിട്ട് അതേപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് സെറ്റാക്കും. ഇതൊക്കെ നല്ല ഇഷ്ടമാട്ടോ. ഇതൊക്കെ എൻ്റെ ഇക്കാൻ്റെ അഞ്ചത്തിലാണ്. ഓൾക്ക് ഇതൊക്കെ തന്നെ വേണം. ഓള് മേടിച്ചുണ്ടാക്കിയ ഐറ്റംസിലാണ് ഇപ്പോൾ ഞാൻ ഒപ്പിക്കുക. ഞാൻ വളരെ അങ്ങനെ ഉപയോഗിക്കലില്ല. അടുത്ത പേരൊക്കെ ഈ ഹൈലൈറ്റർ കൊടുത്തും തേക്കും, കാരണം രസം തോന്നുന്നു. അതും കൂടി ഒന്ന് വരച്ചെടുക്കാം. കണ്ണ ഇതും വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഐഷാഡോ ഇടും വേണം. ഐബ്രോസ് ആക്കണം. അങ്ങനെ കണ്ണാടി കൂട്ടി ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണ് മൊത്തം മതി. അപ്പോൾ ഞാൻ എടുക്കാം. അടച്ചു നമുക്ക് ഡ്രസ്സും കൂടി മാറ്റാം. എന്തായാലും അറിയാം. അടുത്തുനിന്ന് പിടിച്ച് നോക്കുമ്പോൾ ദൂരെ ഭാഗത്ത് തോന്നുന്നുണ്ട്. കണ്ടിരിക്കും പെണ്ണിക്കും കുറച്ച് ദൂരെ നോക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ഒരു കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. ഇല്ലാതെ